പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലും ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന്റെ നേതൃത്വത്തിലും ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിലുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. മായന്നൂർ പാലം മുതൽ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരം വരെ നടന്ന കൂട്ടയോട്ടത്തിൽ വിവിധ സ്കൂളുകളിലെ SPC, NSS വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുൾപ്പെടെ 50-ലധികം പേർ പങ്കെടുത്തു. ഷൊർണൂർ DYSP സജു K എബ്രഹാം കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം SHO രൂപേഷ്, സബ് ഇൻസ്പെക്ടർമാരായ രാജേഷ്, അജൽ K, വിനോദ് B നായർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. തുടർന്ന് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നടന്ന ബോധവൽക്കരണ ക്ലാസിൽ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ASI അമ്പിളി വിദ്യാർത്ഥികൾക്ക് വിശദീകരണം നൽകി. തുടർന്ന് SHO രൂപേഷ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിനും യുവതലമുറയ്ക്കും ഉണ്ടാകുന്ന ഗുരുതര പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമായി ക്ലാസ് നയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ മാസത്തിനിടെ ലഹരിയുമായി ബന്ധപ്പെട്ട 25 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. ലഹരിയുടെ പിടിയിൽ നിന്ന് പുതുതലമുറയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ കൂട്ടു ഉത്തരവാദിത്തമാണെന്നും ലഹരിക്കെതിരെ കൊടുങ്കാറ്റ് പോലെ പോരാടുന്ന തൂഫാൻ സേനാനികളായി മാറുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു.